സുഹൃത്തുക്കളെ, ബംഗാളിലെ സുവേന്ദു അധികാരിയുടെ ബി.ജെ.പി. സർക്കാർ ഇപ്പോ ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡർ അതിർത്തിയിൽ വലിയ മതില് കെട്ടി അതിർത്തിയെ സുരക്ഷിതമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് ബി.ജെ.പി. അവിടുത്തെ ടി.എം.സി. സർക്കാർ 15 വർഷം ഭരിച്ചപ്പോൾ മമതാ ദീദിയുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് വേണ്ട രീതിയിൽ സ്ഥലം ഏറ്റെടുത്ത് ഇതിനെ ഈ മതില് പണിയാനുള്ള. ട്രംപ് അവിടെ മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തിയിൽ ബോർഡറിൽ വാൾ പണിതില്ലേ, അതായത് ഈ മതില് പണിതില്ലേ, അതുപോലെ ഒരു മതില് ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിൽ ആ അതിർത്തിയിൽ വേണം എന്നുള്ളത്. അന്ന് ടി.എം.സി. സർക്കാർ, മമതാ ബാനർജിയുടെ സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സുവേന്ദു അധികാരി തന്നെ പലപ്പോഴും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകം ഈ മതിലിന്റെ പണി ആരംഭിക്കുന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിലുള്ള ഈ ബോർഡർ എന്ന് പറയുന്നത് പലയിടത്തും പോറസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഏതാണ് 4000 കിലോമീറ്ററോളം ആണ്, ഗിവ് ഓർ ടേക്ക്. 4000 ഒരല്പം കൂടുതൽ കുറവായിരിക്കാം. ഏകദേശം 4000 കിലോമീറ്ററോളം നീളമുള്ള അതിർത്തിയാണ് ഈ ഇവിടെ ഇന്ത്യയും ബാംഗ്ലാദേശുമായിട്ടുള്ളത്. ഏതാണ്ട് 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ അതിർത്തി വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി ഷെയർ ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്ന പശ്ചിമ ബംഗാളാണ്. ഏതാണ്ട് 2200 കിലോമീറ്റർ ആണ് ബംഗാള് ഈ ബാംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്നത്. ആകെയുള്ള 4000 കിലോമീറ്ററിൽ ഏതാണ്ട് 2800-3000 കിലോമീറ്ററോളം ഫെൻസിങ് കഴിഞ്ഞു. 1000 കിലോമീറ്ററോളം ഫെൻസിങ് ഇല്ലാതെ അൺഫെൻസ്ഡ് ആയിട്ട് തുറന്നു കിടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പോറസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണിത്. അപ്പോ ബംഗ്ലാദേശിൽ നിന്ന് പരക്കെയുള്ള ആരോപണമാണ് അവിടെ നിന്നുള്ള ക്രിമിനലുകളെല്ലാം ധാരാളമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഈ ചെറുകിട മോഷണം, അതുപോലെ പിടിച്ചുപറി പോലെയുള്ള കലാപരിപാടികളൊക്കെ, അങ്ങനെ ചെറുകിട മോഷണം മുതൽ വലിയ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഡ്രഗ് ട്രാഫിക്കിംഗ് ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ, അതുപോലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ഇങ്ങനെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ പലതും ഇവര് നടത്തിയിട്ട് അവര് തിരികെ ബാംഗ്ലാദേശിലേക്ക് പോകുന്നു. അപ്പൊ ഇവർക്ക് ഈ ഇന്ത്യയുടെ ലോ എൻഫോഴ്സ്മെന്റ് സിസ്റ്റത്തിന് ഇവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ വന്നിട്ട് ഈ കലാപരിപാടിയൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകുന്നത്. ഈ കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മറ്റു പല പ്രദേശങ്ങളിലും ഇങ്ങനെ ഈ ബാംഗ്ലാദേശികൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മലയാളികളായ പലരും തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, പലരും അംഗീകരിക്കില്ല. പക്ഷെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇതൊക്കെ സത്യമാണെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ആരോപണത്തെ നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബാംഗ്ലാദേശികൾ ധാരാളമായിട്ട് കടന്നു വരുന്നു. മമതാ ബാനർജിയുടെ സർക്കാർ ഇതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു, വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്നുള്ള ആരോപണം അത് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതിന്റെ തന്നെ ഒരു തിരിച്ചടിയുടെ ഭാഗമായിരുന്നു ഇത്തവണത്തെ മമതാ ബാനർജിയുടെ പരാജയം. അപ്പോ സുവേന്ദു അധികാരിയുടെ സർക്കാർ ഇപ്പോ അധികാരത്തിൽ വന്നതിന് ശേഷം സുവേന്ദു അധികാരി തന്നെ മുൻപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ മതില് പണിയുക, ഭിത്തി കെട്ടുക എന്നുള്ള ആവശ്യം ഇപ്പൊ അവര് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ ഈ മമതാ ബാനർജിയുടെ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ബാംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് എല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ആരോപണം കാര്യമായിട്ട് വരുന്നുണ്ട്. ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ചില കലാപരിപാടികൾ ഈ മമതാ ബാനർജി തിരഞ്ഞെടുപ്പിന് തോറ്റ ഉടനെ തന്നെ ബാംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ്. ഢാക്കയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം നരേന്ദ്രമോദിക്കും അതുപോലെ സുവേന്ദു അധികാരിക്കും ബി.ജെ.പിക്കും ഒക്കെ എതിരെ പ്രതിഷേധം മുഴക്കുകയും മമതാ ദീദിക്ക് ജയ് വിളിക്കുകയൊക്കെ ചെയ്ത് ഢാക്കയില് ഈ രീതി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇസ്ലാമി ആന്തോളൻ ബാംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിരുന്നു. ഇസ്ലാമി ആന്തോളൻ ബാംഗ്ലാദേശ്, അതിന്റെ ചിത്രങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടന്നതാണ്. ഇതുപോലെ തന്നെ ഈ ബോർഡർ ഈ അതിർത്തിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പല സ്ഥലങ്ങളിലും പല ഗ്രാമങ്ങളിലും ഇങ്ങനെയുള്ള, കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആളുകളുടെയൊക്കെ ജീവനോപാധിയായിരുന്നു ഇന്ത്യയിൽ വന്നിട്ട് ഈ പിടിച്ചുപറിയും കൊള്ളയും അതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുക, ആവശ്യത്തിന് പണം ഉണ്ടാക്കി തിരിച്ചു പോവുക. ഈ ബോർഡറിൽ നമുക്കറിയാമല്ലോ, ധാരാളം കൊറപ്ഷൻ നടക്കുന്നുണ്ട്, ധാരാളം പണം വാങ്ങിച്ച ആളുകളെ കടത്തിവിടുന്ന പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും നടക്കില്ല, തങ്ങളുടെ വയറ്റിപ്പിഴപ്പ് മുട്ടിപ്പോകും എന്നുള്ള വിവരം ഈ ആളുകൾ, ബാംഗ്ലാദേശിലുള്ള ഈ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ ഒരു നിരാശയുടെ ഭാഗമായിരുന്നു ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റുകൾ അവിടെ നടന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ ഒരു സർക്കാർ താഴെ പോകുന്നു, അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നു, അതിന് ബാംഗ്ലാദേശിലെ ആളുകൾ എന്തിനാണ് ഈ ഇസ്ലാമി ആന്തോളൻ ബാംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടന എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? അപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ മമതാ ദീദി അവരുടെ സർക്കാർ ഇതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ള ആരോപണത്തെ അല്ലെങ്കിൽ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ബി.ജെ.പി. സർക്കാർ വന്ന അധികാരമേറ്റ ഉടനെ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവത്തെ പറ്റി കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ കഴിഞ്ഞ ദിവസം ബംഗാളില് സാധാരണ പോലീസ് ചെയ്യാത്ത ഒരു കാര്യം ബംഗാളിലെ പോലീസ് ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും ഈ ബംഗാളിലെ പോലീസ്, പശ്ചിമ ബംഗാളിലെ പോലീസ് ഈ നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു വാർത്ത പശ്ചിമ ബംഗാളിലെ പോലീസ് നുഴഞ്ഞുകയറ്റക്കാരെ പിടിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
BSF-ഉം പട്ടാളവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ പോലീസ് നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായിട്ട് കഴിഞ്ഞ 15 വർഷം നിങ്ങൾ എവിടെ നോക്കിക്കോളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് പറയുമ്പോൾ ഈ പശ്ചിമ ബംഗാളിലെ പോലീസും BSF-ഉം തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിൽ ഈ ബോർഡറിലെ അവരുടെ ഓപ്പറേഷൻസിൽ എന്താണ് വ്യത്യാസം എന്ന് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ ബോർഡറിന്റെ കാവൽ, അതായത് ഈ അതിർത്തി സംരക്ഷണം എന്ന് പറയുന്നത് BSF-ന്റെ ചുമതലയാണ്. BSF എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഏജൻസിയാണ് BSF. പോലീസിന്റെ ജോലിയല്ല ഈ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ അവർ ഈ അതിർത്തി ക്രോസ് ചെയ്ത് ഇന്ത്യക്കകത്ത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചെറുകിട തട്ടിപ്പ്, വെട്ടിപ്പ്, പിടിച്ചുപറി, അതുപോലെ മറ്റുള്ള കേസുകളെല്ലാം വന്നു കഴിയുമ്പോൾ ആ ക്രൈം എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ഈ ചുറ്റുമുള്ള ഈ ബോർഡറിലുള്ള ജില്ലകളുണ്ട്. അതിപ്പോ കൂച്ച് ബിഹാർ ആയിരിക്കും, നോർത്ത് 24 പർഗാനാസ്, അതുപോലെ നാദിയ, മുർഷിദാബാദ് പോലെയുള്ള ജില്ലകളുണ്ട്. അവിടെയുള്ള പോലീസ് സ്റ്റേഷനുകളിലാണല്ലോ ഈ ക്രൈം എല്ലാം അല്ലെങ്കിൽ കേസ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം 7 ബാംഗ്ലാദേശികളെ ഇങ്ങനെ കൂച്ച് ബിഹാറിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ കയ്യിൽ ആവശ്യത്തിന് രേഖകളില്ലാതെ അവർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണ്. അപ്പോ ഈ 7 പേരെ അറസ്റ്റ് ചെയ്തു. മമതാ ദീദി ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം പോലും നടക്കാറില്ല. പോലീസ് പണം വാങ്ങുന്നു, ഇവരെല്ലാം അഴിഞ്ഞാടാനായിട്ട് വിടുന്നു. ഇനി ഈ ബംഗ്ലാദേശികൾ വന്നിട്ട് ഇന്ത്യയിൽ നടത്തുന്ന, അല്ലെങ്കിൽ ഈ ഓരോ ജില്ലകളിലും അതുപോലെ ഗ്രാമങ്ങളിലും എല്ലാം നടത്തുന്ന കള്ളത്തരം, കൊള്ളിവെപ്പ്, പിടിച്ചുപറി, അതുപോലെ പണം തട്ടിപ്പ്, അങ്ങനെയുള്ളതിന്റെ എല്ലാം ഒരു വിഹിതം അവിടുത്തെ പോലീസും വാങ്ങും. അങ്ങനെയാണ് ഇവർ പരസ്പരം സഹായിച്ച് ഇത്രയും കാലം കഴിഞ്ഞുകൂടിയിരുന്നത്. പക്ഷെ സുവേന്ദു അധികാരി വന്നതോടെ പോലീസ് ഇപ്പൊ അവരുടെ ജോലി ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു തെളിവാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. മമതാ ബാനർജിയുടെ സർക്കാർ അവരുടെ വോട്ട് ബാങ്കിനെ അപ്പീസ് ചെയ്യാൻ വേണ്ടി, പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇതിനെ ഒന്നും കാര്യമായിട്ട് അഡ്രസ് ചെയ്തിരുന്നില്ല എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ്. ആളുകൾ ഇങ്ങനെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ നുഴഞ്ഞു കയറി ഇന്ത്യയിൽ വരുന്ന കൊലപാതകം, മോഷണം, പിടിച്ചുപറി, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക, പിന്നെ ഈ ഡ്രഗ് പെഡ്ലേഴ്സ് ആയിട്ട്, അങ്ങനെ ഈ പറയുന്നത് പോലെയുള്ള ഈ മയക്കുമരുന്ന് ഇടപാട്, അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് സുഖമായിട്ട് ഒരു കേസുമില്ല അവർ തിരിച്ചു പോയിരുന്നു. ഇതിനുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ അവിടെ ജീവിക്കാൻ നിർത്തില്ല. ക്രൈം റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ദീദിയുടെ സർക്കാരിന്റെ കീഴിൽ സ്കൈ റോക്കറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പരാജയം കഴിയുമ്പോഴാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ള കാര്യം. അപ്പോ അങ്ങനെ ഈ ക്രൈം റേറ്റ്സ് വളരെയധികം വർദ്ധിച്ചിരുന്നു, ജനങ്ങൾക്ക് പൊറുതുമുട്ടി. അതുകൊണ്ട് തന്നെയാണ് അതിനു പുറമെ TMCയുടെ ഗുണ്ടാരാജ്, അവർക്കും ഈ പണപ്പിരിവുണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾക്ക് മടുത്തു. അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജിയുടെ സർക്കാർ തോൽക്കാനുള്ള ഒരു കാരണം. ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയക്കാര്, അല്ലെങ്കിൽ ഈ അവസരവാദികളായിട്ടുള്ള രാഷ്ട്രീയത്തെ കുറിച്ചും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് രാജ്യ താല്പര്യത്തിനേക്കാൾ മുകളിലായിട്ട് അധികാരവും പണവും അതുപോലെ രാഷ്ട്രീയവും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാര് കളിക്കുന്നത്, അതിനെ പ്രതിഷ്ഠിക്കുന്നതെന്ന് കൂടി പറയാതെ പോകാൻ നിവൃത്തിയില്ല. നരേന്ദ്രമോദി സർക്കാർ ആർക്കും നഷ്ടമില്ലാത്ത, അതായത് ഇന്ത്യൻ സർക്കാരിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കോ 5 പൈസയുടെ നഷ്ടമില്ലാത്ത, എന്നാൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് തിരിച്ചടിയാകാവുന്ന ഒരു തീരുമാനം കുറച്ച് നാൾ മുമ്പ് എടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ BSF-ന്റെ ഈ ബോർഡർ, ഈ അതിർത്തിക്ക് ചുറ്റുമുള്ള BSF-ന്റെ അധികാര പരിധി അത് 50 കിലോമീറ്റർ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു. 50 കിലോമീറ്റർ കൂടുതൽ BSF-ന്റെ അധികാര പരിധി വർദ്ധിപ്പിച്ചു. പ്രധാനമായിട്ടും വെസ്റ്റ് ബംഗാൾ, അസം, പഞ്ചാബ്, ഈ 3 അതിർത്തി സംസ്ഥാനങ്ങളിലായിരുന്നു ഈ ഒരു മാറ്റം വരുത്തിയത്. അതിനെതിരെ എന്തായിരുന്നു ഇന്ത്യയിൽ ബഹളം? പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സമരം, ബംഗാളില് മമതാ ദീദിയുടെ TMC സമരം, ജനാധിപത്യം, മതേതരത്വം, സഞ്ചാര സ്വാതന്ത്ര്യം, ആർക്കാ സഞ്ചാര സ്വാതന്ത്ര്യം? നുഴഞ്ഞുകയറ്റക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭരണഘടന എടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള നാടകം കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കലാപരിപാടികൾ, ഇവർക്കൊന്നും രാജ്യ താല്പര്യമല്ല താല്പര്യം, അല്ലെങ്കിൽ പ്രധാനം ഇവരുടെ എല്ലാം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നുള്ളതിന്റെ ക്ലിയർ എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്. എന്താണ് നരേന്ദ്രമോദി സർക്കാർ എന്താ ചെയ്തത്? 50 കിലോമീറ്റർ ഈ BSF-ന്റെ അധികാര പരിധി കൂട്ടിക്കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം, ജനാധിപത്യം, അതുപോലെ മതേതരത്വത്തിന് തീ പിടിച്ചു, ഭരണഘടന എടുത്ത് ആരോ പുഴുങ്ങി തിന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയത്തിന്റെ പ്രധാന പ്രശ്നം. എന്തുവാട്ടെ, ഇപ്പോൾ ഈ സുവേന്ദു അധികാരി വന്നതോടെ ഞാൻ പറയുന്നത്, ഈ മുൻനിര മെയിൻ സ്ട്രീം പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് രാജ്യ താല്പര്യം ബലി കഴിച്ച് ഈ തീവ്രവാദികളുടെ അതുപോലെ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ എല്ലാം താല്പര്യത്തിന് അവര് പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇനി സുവേന്ദു അധികാരി വന്നതോടെ ബംഗാളിലെ ഈ പോലീസ് നുഴഞ്ഞുകയറ്റക്കാരെ പൊക്കിത്തുടങ്ങി എന്നുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞ 7 പേരെ അറസ്റ്റ് ചെയ്ത കാര്യം. ഇനി മതിൽ കെട്ടും. പക്ഷെ മതിൽ കെട്ടിക്കൊണ്ടൊക്കെ പ്രശ്നം തീരുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് തീരില്ല, പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊന്നും തീരില്ലെന്ന് നമുക്കറിയാം. പക്ഷേ
ഗണ്യമായിട്ട് നുഴഞ്ഞുകയറ്റത്തിന്റെ പ്രശ്നം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ഉദാഹരണം. നിങ്ങൾ US ഉദാഹരണം മാത്രം. അമേരിക്കയിലും മെക്സിക്കോയുമായിട്ടുള്ള ബോർഡറിൽ ട്രംപ് വലിയ മതിൽ പണിതല്ലോ. ആ മതിൽ പണിതതിനു ശേഷം ഇപ്പൊ 2026 മുതൽ പുറകോട്ട് നിങ്ങൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ 2025 എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഏറ്റവും കുറവ് നുഴഞ്ഞുകയറ്റക്കാർ അമേരിക്കയിലേക്ക് കടന്ന, കഴിഞ്ഞ 50 വർഷം 70 മുതൽ ഏറ്റവും കുറവ് നുഴഞ്ഞുകയറ്റക്കാർ വന്ന ഒരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്നത്. ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലത്തെല്ലാം വെറും കുത്തഴിഞ്ഞ പുസ്തകമായിരുന്നു. ഈ ലെഫ്റ്റ് വിങ് സർക്കാരുകൾ, അതായത് ഇടതുപക്ഷ മതേതര ലിബറൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ സെക്യൂരിറ്റി എൻഫോഴ്സ്മെന്റ് എല്ലാം എല്ലായിടത്തും ലൂസ് ആയിരിക്കും. ഇന്ത്യയിൽ കാണുന്നതൊക്കെ തന്നെ. പക്ഷേ ട്രംപ് വന്നതോടുകൂടി ഈ വലതുപക്ഷ സർക്കാരിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവര് ഇത് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവർക്ക് നടപടിയെടുക്കാനായിട്ട് വലിയ ഭയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും അവർ അങ്ങനെ നടപടിയെടുത്തതിന്റെ ഭാഗമായിട്ട് 94% അമേരിക്കയിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം, കുടിയേറ്റം എല്ലാം 2025 കുറയ്ക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചത്. ഇന്ത്യയിലും ഇത് തന്നെയാണ്. ഇന്ത്യയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഇപ്പൊ മോദി സർക്കാർ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്താണ്, ഇവിടെ ജനാധിപത്യത്തിന് തീപിടിച്ചു, മതേതരത്വം, സ്വാതന്ത്ര്യം, മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും സമരം ചെയ്യാനായിട്ട് വരും. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ മതിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ചെയ്യുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് അവർ ഈ ഏണി വെച്ചിട്ട് അതുപോലെ തന്നെ ഈ ഡ്രില്ലേഴ്സ് ഉപയോഗിച്ചും വളരെ എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ മതില് തുരന്ന് അതിന്റെ ഇടയിലൂടെ ഒക്കെ കയറും. ഇന്ത്യയിൽ അങ്ങനെ തുരന്ന് കയറാനുള്ള സംവിധാനമൊന്നും ഇവർ ഈ നുഴഞ്ഞു കയറുന്ന ആളുകളുടെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ ഇന്ത്യയിൽ കുറച്ചുകൂടി ഇത് സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ ഇലീഗൽ ഇൻഫിൽട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനധികൃത നുഴഞ്ഞുകയറ്റം, ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തിനുള്ളിലെ ലോ എൻഫോഴ്സ്മെന്റിന്റെ കാര്യവും ശക്തമാക്കാനായിട്ട് മോദി സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും സാധിക്കും. ഇത് ജനാധിപത്യ ധ്വംസനമാണ്, മതേതരത്വം തകർന്നു, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏത് സഞ്ചാര സ്വാതന്ത്ര്യം ആർക്ക് നിഷേധിച്ചു? ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറി വരുന്നവർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള നുണപ്രചാരണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലും രാജ്യത്തോട് സ്നേഹമുള്ളവരും രാജ്യ താല്പര്യം മനസ്സിലുള്ളവരും ആ ട്രാപ്പിലൊന്നും പോയി വീഴാൻ പോകുന്നില്ല. മോദി സർക്കാർ അതുകൊണ്ട് തന്നെ രാജ്യ താല്പര്യം മുൻനിർത്തി ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ജയ് ഹിന്ദ്.